അടുത്തത് ഇടവക്കൂറാണ്. കാർത്തികയുടെ അവസാനത്തെ 3 പാദം, രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ. ഇതാണ് ഇടവക്കൂറ്. ശുക്രൻ ഇവർക്ക് 12ാം ഭാവത്തിലാണ്. ഇവർക്ക് ആഡംബര വസ്തുക്കളോട് കുറച്ച് കൂടുതൽ ആകർഷണം ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാകാം. ജോലി സംബന്ധമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാനില്ല. എന്നാൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെയോ ഒക്കെ ആദ്യ ഭാഗങ്ങൾ, പിന്നാമ്പുറ പ്രവർത്തനങ്ങൾ എന്ന് പറയട്ടെ, അത് കുറച്ചുകൂടെ കൂടുതൽ ചെയ്യാനുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട്. ധനപരമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകളുമൊക്കെ അവർക്കുണ്ടാകും. പ്രത്യേകിച്ച് വീടുമായിട്ട് ബന്ധപ്പെട്ട ചില അപ്രതീക്ഷിത ചിലവുകളും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ സംബന്ധമായിട്ട് കണ്ണ് സംബന്ധമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ടാകാം. ഉറക്കം ഇത് വളരെ ആവശ്യമാണ്. ഉറക്കവും വിശ്രമവും വളരെ ആവശ്യമായിട്ടുള്ള കാലമാണ്. അത് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ ഒരു രോഗം വരാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് വിദേശത്തുള്ള ബന്ധുക്കളിൽ നിന്ന് നമുക്ക് വാർത്തകൾ കിട്ടും, അഥവാ അവരുമായിട്ട് ആശയവിനിമയം നടത്തും. അതുകൊണ്ട് നമുക്ക് ചില പ്രയോജനങ്ങളും കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളിൽ കുറച്ച് അഭ്യുന്നതി വരാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം പരിഹാരം പറഞ്ഞാൽ വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, പാൽപ്പായസം മുതലായിട്ടുള്ള വഴിപാടൊക്കെ നടത്താവുന്നതാണ്. അതുപോലെ മഞ്ഞ നിറമുള്ള വസ്ത്രം ദാനം ചെയ്യുന്നതും നല്ലതാണ്.